രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പുറമടിച്ചു പൊളിച്ച് ഡൽഹി പോലീസ്. നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ രാജ്യതലസ്ഥാനത്ത് ശക്തമായ പ്രതിഷേധം ഉയർത്തി യൂത്ത് കോൺഗ്രസും NSUവും. നീറ്റ് ക്രമക്കേട്, അഗ്നിവീർ റിക്രൂട്ട്മെന്റ് ഇവ അവസാനിപ്പിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത്. വിവിധ സംസ്ഥാന അധ്യക്ഷന്മാർ മാർച്ചിൽ പങ്കെടുത്തു. പാർലമെന്റ് മാർച്ചിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന NSU ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസനും രാഹുൽ മാങ്കൂട്ടത്തിലിനും കടുത്ത പോലീസ് മർദ്ദനമേറ്റു. അതേസമയം കേസിൽ രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ഇതിനിടെ കൂടുതൽ പരീക്ഷകളിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണവും ഉയർന്നു വരികയാണ്. നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് വളയൽ സമരമാണ് പ്രഖ്യാപിച്ചിരുന്നത്. ജന്തർ മന്ദറിൽ ബാരിക്കേഡുകൾ മറികടന്ന് മുന്നോട്ട് പോകുവാൻ ശ്രമിച്ച ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസനെയും സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു. രാഹുലിനെ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു. മർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റിട്ടുണ്ട്. മുതുകിലടക്കം അടികൊണ്ട ലാത്തിയുടെ പാടുകൾ തെളിഞ്ഞിട്ടുണ്ട്. തുടർന്ന് പോലീസ് പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തു നീക്കി. ക്രൂരമായ മർദ്ദനം വെളിവാക്കുന്ന ഫോട്ടോകൾ യൂത്ത് കോൺഗ്രസ് പുറത്തുവിട്ടു. രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ചോദ്യപേപ്പർ ചോർച്ച പരാമർശിച്ചിട്ടും പ്രധാനമന്ത്രി മൗനം പാലിക്കുകയാണെന്നും അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രമേയം കൊണ്ടുവന്ന് ശ്രദ്ധ തിരിക്കുന്നു എന്നും BV ശ്രീനിവാസ് പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് ശ്രദ്ധ നുണപ്രചാരണത്തിൽ മാത്രമാണെന്നും വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുവാനാണ് ശ്രമിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മനീഷ് പ്രകാശ്, അശുതോഷ് കുമാർ എന്നിങ്ങനെ രണ്ടുപേരെ കൂടി CBI പട്നയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം CUET UG പരീക്ഷാഫലം പുറത്തുവിടുവാൻ വൈകുകയാണെന്നും ഉത്തരപേപ്പറുകളുടെ പെട്ടികൾ യാതൊരു സുരക്ഷയും കൂടാതെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നും ദൃശ്യങ്ങൾ പുറത്തുവിട്ട NSU ആരോപിച്ചു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.